കുന്നത്തൂർപ്പാടി കണ്ണൂർ ജില്ലയിലെ മലയോര പ്രദേശമായ കുന്നത്തൂർപ്പാടി മുത്തപ്പൻ ആരാധനയുടെ പുണ്യസ്ഥലമായി കണക്കാക്കപ്പെടുന്നു. This video sponsored by BuyMote shopping app. BuyMote e-shopping application is one of the online shopping app. കുന്നത്തൂർപ്പാടി മുത്തപ്പന്റെ യഥാർത്ഥ വാസസ്ഥലം എന്നും അറിയപ്പെടുന്നു. മുത്തപ്പൻ മലബാറിലെ മലയോര മേഖലയിൽ അലഞ്ഞുതിരിഞ്ഞ് കുറച്ചുകാലം അവിടെ തങ്ങാൻ തീരുമാനിച്ചു. ഹിന്ദു ദൈവമായ ശ്രീ മുത്തപ്പന് സമർപ്പിച്ചിരിക്കുന്ന ചരിത്രസ്ഥലമാണ് കുന്നത്തൂർപ്പാടി. കേരളത്തിലെ കണ്ണൂർ ജില്ലയിൽ പയ്യാവൂർ ഗ്രാമപഞ്ചായത്തിൽ സഹ്യാദ്രി മലനിരകളിലെ ഉടുമ്പുമലയിൽ സമുദ്രനിരപ്പിൽ നിന്നും 3000 അടി ഉയരത്തിലാണ് കുന്നത്തൂർപ്പാടി സ്ഥിതി ചെയ്യുന്നത്. മുത്തപ്പനുമായി ബന്ധമുള്ള മന്നനാർ രാജവംശത്തിന്റെ ഭാഗമായിരുന്നു ഈ പ്രദേശം. 1902 ഈ രാജവംശത്തിലെ അവസാനത്തെ രാജാവ് കൊല്ലപ്പെട്ടതോടെ രാജവംശത്തിന്റെ സ്വത്തുക്കളുടെ നിയന്ത്രണം ബ്രിട്ടീഷ് സർക്കാർ ഏറ്റെടുക്കുന്നതിലേക്ക് നയിച്ചു. തുടർന്ന് കുന്നത്തൂർപ്പാടി ഭരിക്കാനുള്ള അധികാരം നായർ ജന്മിയായ കാരക്കാട്ടിടം നായനാർക്ക് ലഭിച്ചു. ഇവിടെ മുത്തപ്പ ഭഗവാന് പ്രത്യേകിച്ചു ക്ഷേത്രം ഇല്ല. പ്രകൃതിദത്തമായ അന്തരീക്ഷത്തിലാണ് ഉത്സവം നടക്കുന്നത്. കൊഴിഞ്ഞ ഇലകളും ഒരു വസന്തവും മലയും ഉരുളൻ പാറക്കല്ലുകളും വനവും വനമരങ്ങളും തനിക്ക് ധാരാളമാണെന്ന് മുത്തപ്പൻ ഓർമ്മിപ്പിച്ചു. മുത്തപ്പന്റെ പരമ്പരയായ മന്നനാർ രാജവംശത്തിന്റെ രാജ്യാധികാരത്തിന്റെ ഉടമസ്ഥയിലുള്ളതായിരുന്നു ഈ പ്രദേശം എന്നാണ് ഐതിഹ്യം. കന്നിമാസത്തിൽ പുത്തരി വെള്ളാട്ടമാണ് ഇവിടെ നടത്തുക. ബാക്കിയെല്ലായിടത്തും തുലാമാസത്തിൽ നടത്തുമ്പോൾ ഇവിടെ കന്നിമാസത്തിൽ നല്ല ദിവസം നോക്കിയിട്ടാണ് നടത്തുക. ധനു 2 ഉത്സവം തുടങ്ങുക. കാട്ടിനു നടുവിൽ ഒരു തുറസായ സ്ഥലവും ഗുഹയും ഉണ്ട്. ഉത്സവ സമയത്ത് ഇവിടെ ഒരു താൽക്കാലിക മടപ്പുര കെട്ടിയുണ്ടാക്കുന്നു. ഇതാണ് ഉത്സവത്തിനുള്ള ശ്രീകോവിൽ. മടപ്പുരയുടെ പടിഞ്ഞാറുവശത്തായി ഒരു കല്ലും പാറ കൊണ്ടുള്ള ഒരു പീഠവും ചെളി കൊണ്ട് നിർമ്മിച്ച ഒരു പീഠവും കാണാം. ഗുഹയ്ക്ക് ഇരുവശത്തുമായി 2 പനമരങ്ങളും ഉണ്ട്. വടക്കുവശത്തായി തിരുവങ്കടവ് എന്ന ഒരു നീരുറവയും ഉണ്ട്. ഉത്സവം തുടങ്ങുന്നത് ധനുമാസം 2 ഉത്സവം മകരം 2 അവസാനിക്കുന്നു. അതായത് ഡിസംബർ മാസം മധ്യം മുതൽ ജനുവരി മധ്യം വരെ. തന്ത്രിമാർ ഉത്സവത്തിന് ശുദ്ധീകരണ കർമ്മങ്ങൾ നടത്തുന്നു. പശുദാനം, പുണ്യാഹം, ഗണപതി ഹോമം, ഭഗവതി സേവ എന്നിവ നടക്കുന്നു. പുരളിമലയിൽ നിന്നാണ് മുത്തപ്പന്റെ മലയിറക്കൽ നടത്തുന്നത്. മറ്റെല്ലാ മടപ്പുരകളിലും പടിയിറക്കൽ നടക്കുന്നത് കുന്നത്തൂർപ്പാടിയിൽ നിന്നാണ്. തിരുവപ്പനയും വെള്ളാട്ടവും ഒരുമിച്ച് പാടിയിൽ അവതരിപ്പിക്കാറില്ല. പയ്യാവൂരിലെ എരുവശ്രീ ഗ്രാമത്തിൽ പുരാതന കാലത്ത് അയ്യങ്കര എന്നൊരു രാജവംശത്തിന്റെ അരമന ഉണ്ടായിരുന്നു. നാടുവാഴിക്ക് കുട്ടികൾ ഇല്ലായിരുന്നു. ശിവന് ബലിയായി അവർ പലതും അർപ്പിച്ചു. ഒരു ദിവസം സ്വപ്നത്തിൽ അഞ്ചരമനയ്ക്കൽ വാഴുന്നവരുടെ പത്നി ശിവഭക്തയായ പാടിക്കുട്ടിയമ്മ ശിവനെ കണ്ടു. അയ്യങ്കര വാഴും മന്നനാരുടെ ഭാര്യ പാടിക്കുട്ടിയമ്മ തിരുവങ്കടവ് എന്ന പുഴക്കടവിൽ ഒരു കുഞ്ഞ് വട്ടത്തോണിയിൽ ഒഴുകി വരുന്നത് കണ്ടു. ആ കുഞ്ഞിനെ അവർ ഇല്ലത്തേക്ക് കൊണ്ടുപോയി. പാലും പഴവും കൊടുത്ത് ഈ കുഞ്ഞിനെ വളർത്തി. ക്രമേണ ഈ കുഞ്ഞ് കോഴിയെയും മറ്റും പിടിച്ചുകൊണ്ടുവന്നും കൊന്നും ഇല്ലത്ത് കേൾപ്പിക്കാൻ തുടങ്ങി. ഇല്ലത്ത് ഇതൊന്നും പറ്റില്ലല്ലോ. അയ്യങ്കര നായനാർ ഒരിക്കൽ ഇല്ലത്തമ്മയോട്, കണ്ടുകിട്ടിയ മകൻ നിമിത്തം ഈ ഇല്ലത്ത് നിന്നുകൂടാത്ത അവസ്ഥയാണല്ലോ വന്നത്. കേൾക്കാത്ത മണം വരെ കേട്ടു തുടങ്ങി. ഇനിയിപ്പം ഈ ഇല്ലത്തിന് എന്നാ ചെയ്യുക? ഇത് കേട്ട കുഞ്ഞ്, എന്തു പറഞ്ഞമ്മേ അയ്യങ്കര എന്ന് ചോദിച്ചു. ഒന്നും പറഞ്ഞില്ല മോനെ എന്ന് അമ്മ പറഞ്ഞു. അമ്മയോ കേട്ടില്ലെങ്കിൽ ഞാൻ ഒരു ചെവിയാലെ കേട്ടു. ഇനി ഞാനിവിടെ നിൽക്കില്ല, എനിക്ക് മലനാട് വരെ സഞ്ചരിക്കണമെന്ന് പറഞ്ഞു ഇല്ലത്തേക്ക് കൊണ്ടുവന്ന പാലും പഴവുമെല്ലാം തച്ചു തകർത്തു. ചങ്ങാതി വേണ്ടേയെന്ന് അമ്മ ചോദിച്ചപ്പോൾ 4ഓളം ചെന്നാൽ 2ഓളം പുലിക്കിടാവ് ചങ്ങാതിയായി കിട്ടുമെന്ന് പറഞ്ഞു. ആയുധമായി വില്ലും ചുരികയുമായാണ് പിന്നെ മലനാട് വരെ സഞ്ചരിക്കുന്നത്. അവിടെ മെഴുക്കുവെല്ലി എന്നൊരു സ്ഥലമുണ്ട്, മെഴുക്കുവെല്ലിക്കോട്ട. അവിടെ നിന്ന് 4 പാടും നോക്കിയ ശേഷമാണ് ഏകർനൂർമന, കനകഭൂമി, കുന്നത്തൂർപ്പാടി എന്ന സ്ഥലങ്ങൾ കാണാനിടയായത്. അങ്ങനെയാണ് മുത്തപ്പൻ കുന്നത്തൂർപ്പാടിയിൽ വന്നെത്തിയത്. ഒരു ദിവസം അവന്റെ മാതാപിതാക്കളുടെ അടുത്തെത്തി അമ്പും വില്ലും എടുത്ത് തീക്കണ്ണുകളോടെ തന്റെ വിശ്വരൂപം കാണിച്ചു. മാതാപിതാക്കൾക്ക് ഇത് ഒരു സാധാരണ കുഞ്ഞല്ലെന്നും
ദൈവമാണെന്നും മനസ്സിലായി. അവർ അവന്റെ മുൻപിൽ സാഷ്ടാംഗം നമസ്കരിച്ചു. കുഞ്ഞുമുത്തപ്പൻ അവരെ അനുഗ്രഹിച്ചു എന്നതാണ് ഐതിഹ്യം.